ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. ഒരു മാസം പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് കഠിനമായ നോമ്പിലേക്ക് കടക്കുകയാണ് വിശ്വാസികൾ. കോഴിക്കോട് കാപ്പാടും പൊന്നാനിയിലുമാണ് മാസപ്പിറവി ഇന്നലെ കണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വ്രതാനുഷ്ഠാനത്തിന്റെ പകലും തറാവീഹ് നിസ്കാരവും വിത്ർ നിസ്കാരവുമായി പ്രാർത്ഥനാനിരതമായ രാവും നിറയുന്ന 30 ദിനങ്ങളാണ് ഇനി ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചുള്ളത്. ആത്മസംസ്കരണത്തിലൂടെ ദൈവിക പാതയിൽ മുഴുകുന്ന പുണ്യമാസമാണിത്. വിശുദ്ധ ഖുർആൻ പുറത്തിറക്കപ്പെട്ട മാസം കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യ റമദാൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണവും ഈ നാളുകളിൽ അവർ സജീവമാക്കുന്നുണ്ട്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ രാവ് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവതരിച്ചത് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ്. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം ഈ റമദാൻ മാസത്തിലുണ്ട്. വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിവസം അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടേതാണ്. രണ്ടാമത്തെ 10 ദിവസം പാപമോചനം തേടിയുള്ള പ്രാർത്ഥനകളാലും നിറയും. അവസാനത്തെ 10 ദിവസം നരകമോചനത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് വിശ്വാസി മനം നിറയും. സക്കാത്ത് പോലുള്ള ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന മാസം കൂടിയാണ് റമദാൻ. ഈ മാസത്തിൽ ചെയ്യുന്ന ഏത് പുണ്യപ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ 10 മടങ്ങ് പ്രതിഫലമുണ്ടെന്നാണ് വിശ്വാസം. പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം എന്ന അർത്ഥം കൂടി റമദാനിനുണ്ട്. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നന്മയുടെ പുതുവഴിയിൽ സഞ്ചരിക്കാനുള്ള അവസരം കൂടിയായി ഈ മാസത്തെ ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഠിനമായ വ്രതാനുഷ്ഠാനത്തോടൊപ്പം ആത്മസംസ്കരണവും റമദാൻ മാസത്തിലൂടെ ഓരോ വിശ്വാസിയും നേടിയെടുക്കുന്നത്. കർമ്മപുണ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ഈ മാസം പ്രാർത്ഥനാനിരതമായിരിക്കും. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തുത്തിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അങ്കത്തട്ടിൽ അരമുറുക്കി മുന്നണികൾ.